യുക്തിവാദി സംഘ പ്രസിഡന്റ് ശ്രീ ഗംഗൻ അഴീക്കോട്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയനായ ജസ്റ്റിസ് BG അരുൺ അവർകളെ, പ്രിയപ്പെട്ട വൈശാഖ മാഷ്, പാർവതി ചേച്ചി ഉൾപ്പെടെ ശക്തിധരൻ എല്ലാവരെയും വളരെ വിശദമായി സ്വാഗതം പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. വളരെ പ്രമുഖരായ നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം ഈ വേദിയിലുണ്ട്. അതുപോലെ തന്നെയാണ് സദസ്സിൽ ഡോക്ടർ V രാമൻകുട്ടി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രമുഖരായവരെല്ലാം ഉള്ള ഏറ്റവും നല്ല ഒരു ഭവനപർവം 2025 നല്ലൊരു ചടങ്ങായിട്ട് ഇവിടെ നടക്കുകയാണ്. പവനൻ സാർ എന്നാണ് എല്ലാവരും വിളിക്കുക, ഞങ്ങളൊക്കെ എപ്പോഴും വിളിക്കും പവൻ സാഹു എന്നാണ് വിളിക്കാറ്. അദ്ദേഹത്തിനും അതായിരുന്നു ഇഷ്ടം, ഞങ്ങളൊക്കെ സഹാവേന്ന് വിളിക്കുന്നത്. പക്ഷെ പൊതുവെ എല്ലാവരും പവൻ സാറെന്ന് വിളിക്കുന്നുണ്ട്. എത്ര അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാലും അധികമാവില്ല. നല്ല പ്രാസംഗികനായിരുന്നു. അതുപോലെ പാർട്ടി സ്കൂളിലെ ഒരു ഉണ്ണിരാജ സഖാവിനോടും അതുപോലെയുള്ള PR നമ്പ്യാർ തുടങ്ങിയ വളരെ പ്രഗത്ഭരായ പാർട്ടി സ്കൂളിലെ പ്രിൻസിപ്പൽ, അധ്യാപകന്മാർ, അങ്ങനെ വലിയൊരു സമ്പന്നമായ ഒരു വലിയ നിര അതിൽ അംഗമായിട്ടുള്ള അതിൽ ഉൾപ്പെടുന്ന ആളാണ് പവന സഖാവ്. അപ്പോൾ ധാരാളം ക്ലാസ്സുകൾ കേരളത്തിലുടനീളം, അപ്പം അതിൽ യുക്തിവാദവുമായി ബന്ധപ്പെട്ടതായാലും ഇതുപോലുള്ള കാര്യങ്ങൾ, പുരോഗമനാശയങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹം കൂടുതൽ സംസാരിച്ചിരുന്നത് സർവ്വദേശീയമായ സാമ്രാജ്യത്വ വിരുദ്ധ, അതുമായി ബന്ധപ്പെട്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലെ സോവിയറ്റ് യൂണിയനൊക്കെയുള്ള കാലഘട്ടം. അപ്പോൾ അങ്ങനെ ധാരാളം കേരളത്തിലുടനീളം നടന്ന് ക്ലാസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ പ്രവർത്തകർ അല്ലെങ്കിൽ പത്രാധിപർ, ഇവിടെ ജസ്റ്റിസ് അരുൺ സാർ പറഞ്ഞ പോലെ നവജീവൻ തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കാലം, മുണ്ടശ്ശേരി മാഷിയൊക്കെ അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അന്ന് TKG നായർ സാറും പവന ഇവരാണ് ഒരുമിച്ച് ആ പത്രം നടത്തി കൊണ്ടുപോയിരുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖപത്രം അത് നടത്തുക എന്നതിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. അത് ചെറിയ ഉത്തരവാദിത്തമല്ല. ഒരു പ്രസിദ്ധീകരണം നടത്തുക എന്നതിൻ്റെ പ്രയാസങ്ങൾ നല്ലവണ്ണം നിങ്ങൾക്കും ബോധ്യമുള്ളതാണ്. എൻ്റെ പ്രിയ സഹോദരി ഉഷ എന്നോട് ഇപ്പോഴും സംസാരിച്ച ആ കാര്യം. ഞാനും ഒരു മുഖ്യപത്രാധിപരായി തൊഴിലാളി മാസിക ഞങ്ങളും ഇറക്കുന്നുണ്ടല്ല. അപ്പം അതിനൊക്കെ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. പക്ഷേ നവജീവൻ രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ, തൊഴിലാളി ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ മാത്രമല്ല, കേരള പൊതുസമൂഹത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ശരിയായ നിലപാട്, ഉറച്ച നിലപാടുകൾ എടുത്ത് പ്രസിദ്ധീകരിച്ചു വന്നിരുന്ന പത്രമാണ്. അപ്പോൾ ആ പത്രം പിന്നീട് ഇവിടെ നിന്ന് കോഴിക്കോടായി, പിന്നെ പത്രത്തിൻ്റേതായ മറ്റു ചില മേഖലകളൊക്കെ ജനയുഗം വളരെ ശക്തിപ്പെട്ടു വന്നു. അതിനു മുമ്പേ ദേശാഭിമാനി, അന്നേ പവന സഖാവതിലുണ്ട്, ദേശാഭിമാനി പത്രം ഉൾപ്പെടെ. അപ്പോൾ പത്രം എന്നത് വളരെ ശക്തമായൊരു നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ആയുധം തന്നെയാണ് പത്രം. ഇന്നത്ര സ്വാധീനമുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അന്നത്തെ കാലത്ത് പത്രം, അപ്പോൾ അന്ന് പാർട്ടിയുടെ മുഖപത്രം പ്രസിദ്ധീകരിക്കുന്നതിലെടുത്തിരുന്ന ഒരു വലിയ ഉത്തരവാദിത്വം. പിന്നെയാണ് സോവിയറ്റ് നാടിൻ്റെ പ്രവർത്തനങ്ങളോ അങ്ങനെ എല്ലാ മേഖലകളിലും. അങ്ങനെയാണ് സഖാവ് അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ അതും ഒരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സവിശേഷമായ ശ്രദ്ധയിൽ വരേണ്ട ഒരു വിഷയമാണ്. വളരെ പ്രഗത്ഭരായ പല വ്യക്തികളെയും അതാത് മേഖലകളിൽ, ശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാവട്ടെ, അല്ലെങ്കിൽ ടെക്നോളജി, മറ്റ് പുതിയ മേഖലകൾ, സാങ്കേതിക വളർച്ചയൊക്കെ വരുന്ന ഇപ്പോഴത്തെ അല്ല, 70കളുടെ കാലഘട്ടമാണ് ഈ പറയുന്നത്. അന്നത്തെ ആ കാലഘട്ടത്തിൽ സാഹിത്യ സാംസ്കാരിക മേഖല, ചലച്ചിത്ര രംഗം, ഇങ്ങനെയൊക്കെ തുടങ്ങിയ, അപ്പോൾ അതിലേക്കൊക്കെ അതിപ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ആ മേഖലയിൽ വളരെ ആദരണീയരായ കഴിവ് തെളിയിച്ച അങ്ങനെയുള്ളവരെയൊക്കെ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരൊക്കെ ഉൾപ്പെടെ അങ്ങനെ പല കാര്യങ്ങളിലേക്കും
വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാൻ ആർജവം കാണിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സഖാവ് സി അച്യുതമേനോൻ. ഡോക്ടർ വല്യത്താൻ ഉൾപ്പെടെ, ഡോക്ടർ കെ എൻ രാജു ഉൾപ്പെടെ ഒരുപാട് പേരുകൾ, ഞാനിപ്പോൾ അതെല്ലാം ഇവിടെ പറയല്ല, അതൊക്കെ മറ്റവസരങ്ങളിൽ ഞങ്ങൾ പറയുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ഇനിയും കൂടുതൽ സജീവമാക്കണമെന്നും ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം സന്ദർഭത്തിലാണ് കേരള സാഹിത്യ അക്കാദമി എന്ന് പറയുന്ന ഈ വലിയൊരു സ്ഥാപനം, ഈ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ സാഹിത്യവും സാംസ്കാരികവും ഇത്തരം നിലപാടുകളും ഒക്കെയുള്ള, അതിന് കഴിയുന്ന വിധത്തിലുള്ളവർ തന്നെ അതിൻ്റെ തലപ്പത്ത് വരണം, ചുമതല ഏൽക്കണം എന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, കുറച്ചൊക്കെ എനിക്ക് അന്നത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, പൗലോസ് സഖാവിനെ നിർബന്ധിച്ച് അച്യുതമേനോൻ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന ഈ അക്കാദമിയുടെ ചുമതലയെടുത്ത്, അക്കാദമിയിലൂടെ ഒരു വഴിത്തിരിവിൻ്റെ ഘട്ടമാണത്, ഒരു സന്ദർഭമാണ്. അതുപോലെ അക്കാദമിയുടെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ അപ്പുറത്തുള്ള നമ്മുടെ തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളാണിതെല്ലാം. സാഹിത്യ അക്കാദമി, അപ്പുറത്ത് നമുക്ക് സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, അങ്ങനെ ധാരാളം സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ, പിന്നീട് വന്ന ജോൺ മത്തായി സെൻറ്റർ, നമ്മുടെ നാട്ടുകാർ യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ, സ്കൂൾ ഓഫ് ഡ്രാമ, അങ്ങനെ എത്ര സ്ഥാപനത്തിലൊക്കെ ഒരു കയ്യൊപ്പുണ്ട് അച്യുതൻ്റെയൊക്കെ. അപ്പം അങ്ങനെ പൗലോസ് സഖാവ് വന്നതിന് ശേഷം തൃശ്ശൂരിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ സാംസ്കാരിക, രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക എല്ലാ അർത്ഥത്തിലും അവന് ഒരു നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രവർത്തനം ഒരു റിട്ടയർഡ് ലൈഫിലേക്കൊക്കെ പോകുന്നൊരു സന്ദർഭത്തിലാണ് ഞങ്ങൾ തൃശ്ശൂരിലെ പബ്ലിക് ലൈബ്രറി, ഏറ്റവും പ്രശസ്തമായ കേരളത്തിലെ ലൈബ്രറിയാണ് ഈ തൃശ്ശൂർ പബ്ലിക് ലൈബ്രറി. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ, ഏറ്റവും കൂടുതൽ അംഗങ്ങൾ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സ്ഥാപനം നമ്മുടെ ലൈബ്രറി. ആ പബ്ലിക് ലൈബ്രറി ഒരു അധോഗതി എന്ന പോലെ അങ്ങോട്ട് ഒരു തകർച്ചയുടെ ഒരു പടുകുഴിയിലേക്ക് അങ്ങനെ ഒരു സന്ദർഭം ഈ തൃശ്ശൂരുണ്ടായി. അപ്പോൾ നമ്മുടെയൊക്കെ തൃശ്ശൂർക്കാർക്ക് അത് വലിയ വേദനിപ്പിച്ചൊരു സംഭവമാണ്. പലരും പരസ്പരമൊക്കെ ആലോചനയൊക്കെ നടത്തിയെങ്കിലും ആരാണ് ഇതിന് മുൻകൈ എടുക്കുക, ഇതൊക്കെ കാര്യങ്ങൾ എന്നൊരു സന്ദർഭം വന്നപ്പോൾ ഞങ്ങളെ കൂടി പൗലോസ് സഖാവിനെ സമീപിച്ചു. സഖാവ് അതിൻ്റെ ഒരു കൃഷ്ണനാർ മാഷുണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അഴീക്കോട് സാറിൻ്റെ മാഷാഭിപ്രായം ഞങ്ങൾ കേട്ടു. അപ്പോൾ അതിലൊരു വലിയ പങ്ക് വഹിക്കാൻ ആ സമയത്തും പൗലോസ് സഖാവ് തയ്യാറായി. പതിയെ അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന സ്ഥാനങ്ങളും ഒക്കെ വഹിച്ച ഒരാളാണെങ്കിലും തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക ഇത്രയും മഹത്തായ ഒരു പാരമ്പര്യവും ഒക്കെയുള്ള, അതിനുശേഷം തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക നന്മയുടെ ഒരു ഭാഗം കൂടിയാണ്. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം വന്നപ്പോൾ വലിയ സപ്പോർട്ട് കിട്ടി എല്ലാ ഭാഗത്തുനിന്നും. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ എല്ലാ മേഖലകളിലും ഏത് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യുക്തിവാദി, അതുമായി പെട്ട യുക്തിവാദി സംഘത്തിൻ്റെയും അതിൻ്റെ ബന്ധപ്പെട്ട അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ, അത് അദ്ദേഹം ഏറ്റവും ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടിരുന്നതുമായ കാര്യങ്ങളാണ്. പാർട്ടി പ്രവർത്തനത്തിൻ്റെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഉള്ളപ്പോഴും പത്രത്തിൻ്റെയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും ഇങ്ങനെ ചേർത്ത് വെച്ച ഒരു പ്രസ്ഥാനമാണ് യുക്തിവാദി സംഘം ആണ്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളിത്രയും ഒരു വർഷവും പിറകോട്ടേക്കല്ലല്ലോ, ഇത്രയൊക്കെ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായിട്ടും അതുപോലൊരു വലിയ സദസ്സു സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ അത് മുടക്കം കൂടാതെ യുക്തിവാദി സംഘത്തിൻ്റെ സ്റ്റേറ്റ് ഭാരവാഹികൾ കാണിക്കുന്ന വലിയ ഉത്തരവാദിത്വം, താല്പര്യം, അതൊക്കെ ഒരു പ്രധാന ഘടകമാണ്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഗുരുവായൂർ ഗംഗമാഷ് ഇവിടെ സാറ് പറഞ്ഞു അന്ന് അടി കിട്ടിയ ഗുരുവായൂർ രണ്ടാൾക്ക് അടി കിട്ടിയുള്ളത്, നല്ല അടി കിട്ടിയത്. ഗുരുവായൂർ സത്യാഗ്രഹവും ഗുരുവായൂർ സമരവും കൃഷ്ണപിള്ളയും വൈക്കം സത്യാഗ്രഹം കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഏറ്റവും വെളിച്ചം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളല്ലേ. രണ്ടുപേരും ഒന്ന് കൃഷ്ണപിള്ളയ്ക്ക് പുറത്ത് ചെറിയ അടിയൊന്നുമല്ല അത് വലിയ മർദ്ദനേറ്റു കൃഷ്ണപിള്ളയ്ക്ക്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായമൊക്കെ പിന്നീട് വലിയ ചർച്ചാ വിഷയമായതാണ്. ഗുരുവായൂർ സത്യാഗ്രഹ സമരം അത് ഒരു പ്രധാനപ്പെട്ട സമരമല്ലേ. അതേ സ്ഥലത്ത്
പിന്നെ അതുപോലെ ഭീകരമായ മർദ്ദനേറ്റ ആളാണ് പൗരസഭ. നിലപാടാണ്. ചില നിലപാടുകളിൽ ഉറച്ചു നിന്ന് അഭിപ്രായങ്ങൾ സധൈര്യമായി പറയുക എന്നതാണ്. ഞാൻ പൗരസഭനെ കൂടുതൽ പറയുന്നില്ല. ഇവിടെ എല്ലാവരും പൗരസഭാവിൻ്റെ ആ എല്ലാ നന്മകളും അദ്ദേഹം എഴുതിയതുപോലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. CP രാജേന്ദ്രൻ ഇവിടെയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് രാജേന്ദ്രനും ഭാര്യ കുശല രാജേന്ദ്രനും. ഏറ്റവും പ്രശസ്തരായ 2 ശാസ്ത്രജ്ഞന്മാർ. ശ്രീരേഖ ഇവിടെയുണ്ട്. നന്നായിട്ട് എഴുതുന്ന, നല്ലവണ്ണം കാര്യങ്ങൾ, നല്ല രാഷ്ട്രീയ ഉൾക്കാഴ്ചയോടുകൂടി എഴുതുന്ന ആളാണ്. വിശപ്പിൻ്റെ രാഷ്ട്രീയം ഒരു ലേഖനം ഞാൻ വായിച്ചു. രേഖ എഴുതിയത് വിശപ്പ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട, അതാണൊരു പൈതൃകമാണത്. സുരേന്ദ്രന് നല്ല എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, പാർവതി ചേച്ചിയുടെ സാന്നിധ്യം തന്നെ ഒരു അനുഗ്രഹമല്ലേ? സാന്നിധ്യം തന്നെ ഒരു അനുഗ്രഹം. അപ്പം അതൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു അവാർഡ് വർഷം തോറും കൊടുക്കുന്നത് ഏറ്റവും നല്ല തിരഞ്ഞെടുത്ത് കൊടുക്കുന്നു. വൈശാഖം മാഷ് എത്രയോ പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ്. അപ്പോൾ ഞാനും ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ പോയിരുന്നു. അപ്പോൾ ആരാണ് ഈ വൈശാഖം മാഷ് എന്നൊക്കെ ചോദിക്കാൻ എങ്ങനെ ധൈര്യപ്പെടുന്നു? വൈശാഖം മാഷ് ആരാണെന്ന് കേരള സമൂഹത്തിനോട്, അതൊക്കെ വളരെ അങ്ങേയറ്റം എന്താ പറയുക, ഒരു വാക്കുകൾ പറയുന്നില്ല ഞാൻ. അതും എഴുത്തുകാരൊക്കെ തന്നെയാണല്ലോ. അവർ നമ്മളങ്ങനെ വില കുറിച്ച് പറയുന്നു, ശരിയല്ല. എന്നാലും വൈശാഖം മാഷ്ക്ക് അതിനുള്ള ആധികാരികമായി ഈ കേരള സമൂഹത്തിൽ നിലപാടുകളും അഭിപ്രായങ്ങളും പറയാൻ എല്ലാ അവകാശമുള്ള, അംഗീകാരമുള്ള വ്യക്തിയാണ് വൈശാഖം മാഷ്. ഞാൻ മുമ്പൊരു യോഗത്തിൽ ഈ അക്കാദമിയിൽ അതൊരിക്കൽ പറഞ്ഞു. വൈശാഖം മാഷ് പ്രസംഗിക്കണം, പ്രസംഗം ചുരുക്കരുത്. ആ പ്രസംഗമാണ് കേരളത്തിൻ്റെ ഈ ഇന്നത്തെ സവിശേഷമായ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രത്യേകമായി ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പുതിയ മുന്നേറ്റം ഉയർന്നു വരണ്ടേ. ആ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ സ്വാധീനം പൊതുസമൂഹത്തിൽ ചെലുത്താൻ കഴിയുന്ന എഴുത്തുകാരനും വാഗ്മിയും എല്ലാ നിലവാരത്തിലും ജനങ്ങളുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് വൈശാഖം മാഷ്. അവിടെ വൈശാഖം മാഷ് ആര് എന്നൊന്നും ആരും ചോദിക്കേണ്ട. വൈശാഖം മാഷാണ്. അവിടെ മാഷ് ഇനിയും എഴുതുക, ഇനിയും നല്ല ശബ്ദത്തിൽ പ്രസംഗിക്കുക. അതൊക്കെ ഈ കാലഘട്ടം ആഗ്രഹിക്കുന്നതാണ്. മാഷെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ഇവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഈ ചടങ്ങിലേക്ക് ഉദ്ഘാടനം ചെയ്യാനും ഈ അവാർഡ് കൊടുക്കാൻ ജസ്റ്റിസ് അരുണിനെ ക്ഷണിച്ചത് ഏറ്റവും നല്ല കാര്യങ്ങളായി. അദ്ദേഹം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ജസ്റ്റിസ് ആകുമ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറയുന്നതിന് പരിമിതിയുണ്ട്. എന്നാലും അതൊക്കെ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിലുണ്ടത്. TKG നായരുടെയും പവനൻ്റെയും ആ കാലഘട്ടത്തിൻ്റെ ഒരു പൈതൃകവും പിന്തുടർച്ചയും ഒക്കെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള വ്യക്തികളാണ് അവരെല്ലാം. എൻ്റെ സന്തോഷത്തോടെ അറിയിക്കുന്നു. ഈ പരിപാടി ഏറ്റവും നന്നായി ഇവിടെ സംഘടിപ്പിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ ശക്തിധരൻ പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു ഫൗണ്ടേഷൻ്റെ കുറച്ച് പ്രവർത്തനത്തിൽ. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ചർച്ചയെല്ലാം നടത്തി. ഈ ജന്മശതാബ്ദി വർഷത്തിൽ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഈ ജന്മശതാബ്ദി വർഷത്തിൽ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനവും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ അത് ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ ചർച്ചകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ചില ആലോചനകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 26-ാം തീയതി യുക്തിവാദ സംഘത്തിൻ്റെ സ്റ്റേറ്റ് ലെവൽ വലിയ പരിപാടി ഉണ്ടെങ്കിൽ അതിന് മുൻപായിട്ട്, ആ ദിവസം പിന്നെ നടത്തുന്നത് ശരിയല്ല, അതിന് മുൻപായിട്ടൊരു പരിപാടി ഞങ്ങൾ ആലോചിക്കും എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ്. നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് തന്നെയാണ് പരിപാടിയൊക്കെ ആലോചിക്കുള്ളൂ. ഹരിദാസ് മാഷ് ഇവിടെയുണ്ട്, കൃഷ്ണനാരി മാഷുണ്ട്, അങ്ങനെ ഞങ്ങൾ കുറച്ച് പ്രവർത്തകരുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചേച്ചിയുടെയും രേഖയുടെയൊക്കെ നല്ല സഹായമുണ്ട്. അതും കൂടി ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.